എല്ലാവർക്കും iMobiles മൊബൈൽ റിപ്പയറിംഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ലിനോവിൻ്റെ ടാബ്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിലെ കംപ്ലൈൻറ്റ് സിമ്മ് വരുന്നില്ല കൊണ്ടുവന്നിട്ടുള്ളത്. സംഭവം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ റേഞ്ച് വരുന്നില്ല. കസ്റ്റമർ സിമ്മ് ജിയോ സിമ്മാണ്. ഞാൻ സിമ്മ് മാറ്റിയിട്ട് നോക്കി, എന്നിട്ടും റേഞ്ച് വരുന്നില്ല. അവർ നെറ്റ്വർക്കിൻ്റെ മോഡൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി, വരുന്നില്ല. പിന്നെ നെറ്റ്വർക്ക് മാനുവലായിട്ട് സെർച്ച് ചെയ്ത് നോക്കി, അപ്പോഴും ഒരു റിസൾട്ടും വരുന്നില്ല. നോ നെറ്റ്വർക്ക് ഫോൺ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങനെ ഒരു ടാബ്ലറ്റ്, മൊബൈൽ ഫോണൊക്കെ റിപ്പയർ ചെയ്തിട്ടുണ്ട്, ടാബ്ലറ്റ് റിപ്പയർ ചെയ്തിട്ടില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ടാബ്ലറ്റ് ഒന്ന് അയച്ചിട്ടൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, എന്താണ് പ്രോബ്ലം. ആൻറ്റിനൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആണോ, അതോ നെറ്റ്വർക്ക് ഐസിൻ്റെ വല്ല പ്രോബ്ലം ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്തായാലും നമ്മളിപ്പോൾ ടാബ്ലറ്റ് ഓൾറെഡി അയച്ചു വെച്ചിട്ടുണ്ട്, ബാക്ക് ഡോർ അയച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ടാബ്ലറ്റ് അയച്ചിട്ടുണ്ട്. ഇതിലുള്ള നെറ്റ്വർക്ക് ഇതാണ്, നെറ്റ്വർക്ക് ഐ സി. ഇത് നമ്മൾ ഏതാണ് മോഡൽ നമ്പർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ TR ഐ സി ആണ്. ഈ ഐ സി വരുന്ന മിക്ക ഡിവൈസുകളും ഈ ഒരു ഐ സി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഐ സി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എന്തായാലും നെറ്റ്വർക്ക് ആൻറ്റിനിക്കൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല, ചെക്ക് ചെയ്ത് നോക്കി യാതൊരു പ്രോബ്ലം ഇല്ല. നമ്മളിപ്പോൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ വന്നിട്ട് ഹീറ്റ് 360, അത് എയർ 40 സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മൈക്രോസ്കോപ്പിൽ ചെയ്യുന്ന വീഡിയോ വന്നിട്ട് കുറച്ച് ഫാസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഏകദേശം 10 മിനിറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐ സി മാറ്റാൻ ഉള്ള ടൈം. അപ്പോൾ ഐ സി റിമൂവ് ചെയ്തതിന് ശേഷം ഡീസോൾഡറിങ് വിക്ക് ഉപയോഗിച്ച് ലെഡെല്ലാം റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ഐ സി, പുതിയ TR നെറ്റ്വർക്ക് ഐ സി. 2965 അതിൻ്റെ മോഡൽ നമ്പർ. എന്തായാലും ഈ ഐ സി ഒന്ന് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിന് മുമ്പ് കുറച്ച് ഫ്ലക്സ് ഇട്ട് ഒന്ന് തുടച്ചതിന് ശേഷം പുതിയ ഐ സി വെച്ചിട്ടുണ്ട്. ഇതിലും അതേ ഹീറ്റിംഗ് ടെമ്പറേച്ചറും അതേ തന്നെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഐ സി ഇപ്പോൾ നമ്മൾ കറക്റ്റായി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ടാബ് ഒന്ന് ഓൺ ആക്കിയിട്ട് നെറ്റ്വർക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ടാബ് ഓൺ ആയിട്ടുണ്ട്. എന്തായാലും ഡെൽഡൊന്നും ആയില്ല. എന്തായാലും നെറ്റ്വർക്ക് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെറ്റ്വർക്ക് വന്നിട്ടില്ല. എന്തായാലും ലോക്കൊന്ന് അൺലോക്ക് ചെയ്യാം. നെറ്റ്വർക്കിൻ്റെ അവിടെ റോമിങ്ങിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട്. 6 വന്നിട്ടുള്ള സിമ്പിൾ വന്നിട്ടുണ്ട്. റേഞ്ച് വന്നിട്ടില്ല, റോമിങ്ങിൻ്റെ ഒരു സിമ്പിൾ വന്നു. ജസ്റ്റ് നമുക്ക് നെറ്റ്വർക്ക് വരുന്നുണ്ടോ എന്ന് മാനുവലായിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. റേഞ്ച് വന്നു. ഫുൾ റേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കംപ്ലൈൻറ്റ് വന്നിട്ട് TR ഐ സി ആണ് പ്രോബ്ലം. ഐ സി മാറ്റിയപ്പോൾ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. അതാ മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടാബ്ലറ്റിലുള്ള കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ റിപ്പയർ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത റിപ്പയർ വീഡിയോയിൽ കാണാം. നമ്മുടെ ടാബ്ലറ്റ് ഇപ്പോൾ ഫുള്ളായി സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തപ്പോൾ റേഞ്ച് കുറച്ചും കൂടി അധികം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ മാറ്റിയ ഐ സി. വളരെ ചെറിയ ഐ സിയാണ്. മൈക്രോസ്കോപ്പിൽ കാണുന്നതുകൊണ്ടാണ് അത്രയും വലുതായി കണ്ടത്. നമ്മളിപ്പോൾ വിരലിൻ്റെ കുറച്ചേ ഉള്ളൂ ഐ സിൻ്റെ ആ ഒരു വലുപ്പം. എന്തായാലും നമുക്ക് ഇനി അടുത്ത് റിപ്പയർ വീഡിയോയിൽ കാണാം. താങ്ക് യു.